പണ്ടൊരു കാലത്ത് ഒരു മരത്തിനു മുകളിൽ ഒരു കാക്ക ജീവിച്ചിരുന്നു. ആ മരത്തിനടുത്തുള്ള ഒരു കുളത്തിൽ കുറെ അരയന്നങ്ങൾ ജീവിച്ചിരുന്നു. ആ കാക്ക ദിവസവും ആ കുളത്തിലുള്ള അരയന്നങ്ങളെ കണ്ട് വല്ലാതെ അസൂയപ്പെട്ടിരുന്നു. ഈ അരയന്നങ്ങൾക്ക് നല്ല വെളുത്ത നിറമാണല്ലോ, കാക്കകൾക്ക് മാത്രം എന്താ കറുപ്പ് നിറം? ദിവസവും അരയന്നങ്ങളുടെ ചിറകുകളും അതിന്റെ മനോഹരമായ നിറമും കണ്ട് ഇവറ്റകളെ പോലെ എനിക്ക് സൗന്ദര്യമില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു. മാത്രമല്ല, ഞാൻ ഒരുപാട് കറുത്തതാ. ഈ അരയന്നങ്ങളെ പോലെ വെളുത്ത നിറമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നോർത്തു. എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ കാക്കയ്ക്ക് ഒരു ദിവസം ഒരു ഐഡിയ തോന്നി. ഞാനും ഈ അരയന്നങ്ങളെ പോലെ കുളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അവറ്റകളെ പോലെ തന്നെ കുളത്തിലുള്ള പുല്ലുകൾ ഭക്ഷിച്ചാൽ, എപ്പോഴും കുളത്തിൽ നീന്തിക്കൊണ്ടിരുന്നാൽ അവറ്റകളെ പോലെ തന്നെ തനിക്കും വെളുത്ത നിറം കിട്ടുമെന്ന് കരുതി. അന്നു മുതൽ അതിനുള്ള പരിശ്രമവും തുടങ്ങി. ആകാശത്ത് പറക്കുന്നത് തന്നെ മറന്നുപോയി. വെള്ളത്തിൽ നീന്താനായി വല്ലാതെ പരിശ്രമിച്ചു. പക്ഷേ കാക്കയെ കൊണ്ട് നീന്താനേ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ശീലമില്ലാത്ത പുല്ലുകൾ ഭക്ഷിച്ചതുകൊണ്ട് പല അസുഖങ്ങളും വന്ന് പെട്ടെന്ന് തന്നെ മെലിഞ്ഞുപോയി. പക്ഷേ അതിന്റെ പരിശ്രമം അത് കൈവെടിഞ്ഞതേയില്ല. എങ്ങനെയെങ്കിലും അരയന്നങ്ങളെ പോലെ ആവണം എന്നുള്ള ചിന്ത ദിവസവും കൂടിക്കൂടി വന്നു. ഇങ്ങനെ തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞു. കാക്കയ്ക്ക് സൗന്ദര്യമൊന്നും ഉണ്ടായില്ല. ശക്തി മുഴുവനും ചോർന്നുപോയി. അത് മരണത്തിന്റെ വക്കിലെത്തി. ഇത് ശരിയായ തീരുമാനമല്ലെന്ന് മനസ്സിലാക്കി തന്റെ പരിശ്രമം കൈവെടിഞ്ഞു. ശീലങ്ങൾ മാറ്റുന്നതുകൊണ്ട് മാത്രം രൂപം മാറില്ലെന്ന കാര്യം മനസ്സിലാക്കി ഇനിയൊരിക്കലും അരയന്നങ്ങളെ കണ്ട് അസൂയപ്പെടില്ലെന്നും തീരുമാനിച്ചു. അതുകൊണ്ട് ആരോടൊപ്പവും നമ്മളെ ഉപമിക്കരുത്. അതുപോലെ തന്നെ മറ്റാരെ കണ്ടും അസൂയപ്പെടാനും പാടില്ല. മറ്റുള്ളവരെ പോലെ സൗന്ദര്യമുണ്ടാകണമെന്നും ചിന്തിക്കരുത്. Hi kids! Hope you liked the video. Subscribe for more videos. Visit us in Facebook and Twitter.